ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് അമേരിക്ക നമ്മളെ എല്ലാവരെയും ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയും അമേരിക്കയുടെ സുഹൃത്തുക്കളായ ഇസ്രയേലും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ പരാജയമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന രാഷ്ട്രീയ ആശയത്തിനുമേൽ കെട്ടിപ്പടുക്കപ്പെട്ടുള്ള ഒരു ഭരണകൂട സംവിധാനമാണ് അവിടെ ഉള്ളത്. സോ അത് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഐഡിയോളജിയും അതുതന്നെയാണ്. അപ്പോൾ അതിനോട് തോറ്റു കൊടുക്കാൻ അതിന് പറ്റുമോ? അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ അതിന് പറ്റുമോ? അപ്പോൾ ഇപ്പം നിലവിൽ അവരൊരു ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്. അകത്തെ പ്രക്ഷോഭങ്ങളെ അവർക്ക് നേരാവണ്ണം കൈകാര്യം ചെയ്ത് അതിനെ ഡീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ പലതരത്തിലുള്ള എലമെൻറ്റ്സ് അതിനകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇറാൻ ഒരു സൈനിക ശക്തിയാണ്. ആക്രമിക്കാമെന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ റെജീം, ഇസ്ലാമിക് റെജീം സമ്പൂർണ്ണമായും തകർന്നു പോവുകയും അവിടെ പഴയ ഷാ വരികയും ചെയ്യും. സോ അത് അന്തിമമായ ഒരു പോരാട്ടമായിരിക്കും ഖാംനെയെ സംബന്ധിച്ചു. ആ പോരാട്ടത്തിൽ സകലായുധങ്ങളും എടുത്ത് പ്രയോഗിക്കപ്പെട്ടേക്കാം. ഇറാൻ എന്തുമാത്രം കേപ്പബിലിറ്റീസ് ഉണ്ടെന്ന് പൂർണ്ണമായും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അവർ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുന്ന രാജ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഒരു രാജ്യം എന്ന നിലയ്ക്ക് മാത്രമല്ല, തൊട്ടടുത്തുള്ള പല രാജ്യങ്ങളും അവർ സൈനികമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവർക്ക് വലിയ രാജ്യങ്ങളുമായിട്ടുള്ള സൈനിക പ്രതിരോധ ഡീലുകളുള്ള രാജ്യമാണ്. പല സ്ഥലത്തും അവർ പ്രോക്സികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ രാജ്യം മാത്രമല്ല, അതിനൊരു ആ റീജിയണിലെ ഒരു പവറാണ് അവർ. അത് സമ്മതിക്കണം. ഉപരോധങ്ങൾക്കിടയിലും അവരെ ആക്രമിക്കാൻ പോയാൽ വലിയ പ്രത്യാക്രമണം തിരികെ ഉണ്ടാവും. അത് അമേരിക്കയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ നിക്കോളാസ് മദുരോയെ എടുത്തുകൊണ്ട് പോയതുപോലെ 100-ൽ താഴെ ആളുകൾ മാത്രം കൊല്ലപ്പെട്ട ഒരു സേഫ് ഓപ്പറേഷൻ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ നയതന്ത്രപരമായും കുറച്ച് ആയുധങ്ങൾ കൊണ്ടും പിന്തുണയ്ക്കുന്ന പോലെയുള്ള സേഫ് ഏർപ്പാടായിരിക്കില്ല. നേരിട്ടുള്ള കളിക്ക് ഇറങ്ങേണ്ടി വരുമല്ലോ. അത് നാശം ഉണ്ടാക്കും. ആ മേഖലയിൽ അമേരിക്ക ഡയറക്റ്റായി തന്നെ വിനാശം അനുഭവിക്കും. അവിടെ തന്നെ അമേരിക്കയുടെ കപ്പൽപ്പടയിലെ കപ്പലുകളൊക്കെ തൊട്ടത്ത് കിടപ്പുണ്ട്. ഇനി ഹോർമൂസ് കടലെടുക്ക് ഇവർ അടയ്ക്കാൻ തീരുമാനിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. അത് ലോകത്തെ തന്നെ ഒരു പക്ഷേ റിസഷനിലേക്ക് തള്ളിടുന്ന വണ്ണമുള്ള പ്രശ്നം അത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം അമേരിക്കനൊരു നമ്മളെപ്പോഴും പറയില്ല, അമേരിക്ക ഒരു വലിയ രാജ്യമായി നിൽക്കുന്നത് എല്ലായിടത്തും അവർക്ക് ഊന്നുകല്ലുകളുള്ളത് കൊണ്ടാണ്. അതിൽ പ്രധാനമാണ് GCC. അവിടെ ഇറാൻ ആക്രമിക്കാൻ പോയാൽ അത് ഉണ്ടാക്കാവുന്ന നാശം, ആ മേഖലയിലെ സ്റ്റെബിലിറ്റി ഇല്ലാതാവുന്നു. ഈ രാജ്യങ്ങൾ അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള കെടുതിയാണ് എന്നുള്ള അഭിപ്രായത്തിലേക്ക് എത്തുകയും അമേരിക്കയായിട്ടുള്ള ബെറ്റർ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ GCC രാജ്യങ്ങൾ പിന്നെ അകത്ത് ഇപ്പോൾ ഒരു വിരുദ്ധ വികാരം ഖാംനെയ് അഡ്മിനിസ്ട്രേഷനെതിരെ ഒരു കൂട്ടം ആളുകൾക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ആക്രമണം ഉണ്ടായാലെന്ന് വെച്ചാൽ പിന്നെന്താണ്? ബെറ്റർ ലൈഫിന് വേണ്ടിയാണ് ഈ സമരം. ബെറ്റർ ലൈഫിന് വേണ്ടിയുള്ള ഈ സമരം അമേരിക്ക വന്ന എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ബോംബിട്ട് ഒരു ജനതയെ പിന്നെയും പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോയാൽ ഈ സമരം ചെയ്യുന്ന ആൾക്കാരുടെ മൂടെന്തായിരിക്കും? നമ്മളെ ഇല്ലാതാക്കാനും നമ്മുടെ രാജ്യത്തെ പിന്നോട്ടടിക്കാനും നമ്മളെ ഒരു നരകഭൂമിയാക്കാനും അമേരിക്ക വന്നിരിക്കുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ രാഷ്ട്രത്തിൻ്റെ കൂടെയും ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന ഫീൽ അവിടെ ഉണ്ടാവും.